വിവാദങ്ങൾക്കിടെ ഒരേ ചടങ്ങിനെത്തി നയൻതാരയും ധനുഷും. മുഖം തിരിച്ച് താരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് നടി നയൻതാരയും നടൻ ധനുഷും തമ്മിലുള്ള വീഡിയോ പകർപ്പവകാശം സംബന്ധിച്ച തർക്കം ഉടലെടുത്തത്. ആരുടെ പക്ഷത്താണ് ശരിയെന്നുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഇപ്പോൾ ഇരു താരങ്ങളും ഒരേ വേദിയിലെത്തിയ വാർത്തയാണ് ശ്രദ്ധ നേടുന്നത്. ധനുഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഇഡലിക്കടയുടെ നിർമ്മാതാവായ ആകാശ് ഭാസ്കറിന്റെ വിവാഹ ചടങ്ങിനാണ് ഇരുവരും എത്തിയത്. പകർപ്പവകാശ തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇതാദ്യമായാണ് നയൻതാരയും ധനുഷും ഒരേ ചടങ്ങിനെത്തുന്നത്. വിഘ്നേഷ് ശിവനൊപ്പമാണ് നയൻതാര എത്തിയത്. ഇവർ എത്തുമ്പോൾ സദസ്സിന്റെ മുൻനിരയിൽ ധനുഷ് ഉണ്ടായിരുന്നു. ചടങ്ങിൽ ധനുഷ് ഇരുന്നതിന് തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ തന്നെയാണ് നയൻതാരയും ഇരുന്നത്. എന്നാൽ ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല. ഇതിന്റെ വീഡിയോകൾ ഇപ്പോൾ വിവിധ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. ഞാനും റൗഡി താൻ സിനിമയിലെ രംഗങ്ങൾ നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു ഇരുവരും തർക്കമായത്. ധനുഷ് നിർമ്മിച്ച ചിത്രത്തിലെ BTS രംഗങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നയൻതാരയ്ക്ക് ലഭിച്ചില്ല. വിഘ്നേഷ് ശിവൻ സ്വന്തമായി ചിത്രീകരിച്ച രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ ധനുഷ് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. തുടർന്നാണ് നയൻതാര ധനുഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. ധനുഷ് മുഖംമൂടിയുമായി ജീവിക്കുന്ന ആളാണ്. ധനുഷിന്റെ സ്വേച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണമെന്നും പറഞ്ഞിരുന്നു. അതേസമയം തെന്നിന്ത്യയുടെ നയൻതാര ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അടുത്തിടെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. സെന്തിൽ നള്ളസ്വാമിയുടെ സംവിധാനത്തിലുള്ള രാക്കായുടെ ടീസറാണ് പുറത്തുവന്നത്. ഗൗതം രാജേന്ദ്രനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഗോവിന്ദ് വാസന്തിയാണ് സംഗീതം.